ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. എന്നും വീഡിയോ ഇടാറില്ല, 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ ഇടാറ്. അങ്ങനെ മോന് രാവിലെ മദ്രസയിലേക്ക് പറഞ്ഞയക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് ചായ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് അവന് പാൽ ചായ വേണമെന്നായിട്ടോ. എന്നും രാവിലെ കട്ടനാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പാൽ ചായ മതിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കും മോനും കൂടി പാൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മോനെ അവിടെ ഫ്രഷ് ആവുകയാണ് കേട്ടോ, പോകാൻ റെഡി ആവുകയാണ്. അപ്പോഴത്തേക്കും ചായ ഞാൻ കരണ്ടടുപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ഇഡലിയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇഡലി മാവൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ചായയൊക്കെ വെച്ച് റെഡിയാക്കി മോനും കൊടുത്തു. ഞാനും ഒരു ഗ്ലാസ് കുടിച്ച് പിന്നെ മോനെ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. മദർസയ്ക്ക് രാവിലെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടാനൊരു പേടി. അപ്പോൾ തെരുവ് നായ്ക്കൾ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്കൊരു സമാധാനക്കേട്. സൈക്കിള് കിടന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മോനെ ആക്കി കൊടുത്ത് വന്നിട്ടിതാ നമ്മളെ ഇഡലി മാവൊക്കെ നല്ല ഉഷാറായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തണുപ്പ് ഉള്ള കാരണം ഞാൻ ഇന്നലെ മാവ് അരച്ചിട്ട് ഇങ്ങനെ കുക്കറിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചത്. അപ്പോൾ എത്ര തണുപ്പാണെങ്കിലും കുക്കറിൽ നമ്മൾ അരച്ച് ഒഴിച്ച് വയ്ക്കുന്ന മാവ് നല്ല പൊന്തി നല്ല സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മാവ് ഫുള്ളായിട്ട് പൊന്തിക്കണം കേട്ടോ. പകുതി തന്നെ ഉള്ളൂ മാവ്, പകുതി അങ്ങോട്ട് നൊര വന്ന് പൊന്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡലി നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡലി ആയിരുന്നു. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയതാ ഇഡലി പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ കട്ട് ചെയ്താവുമ്പോഴത്തേനും നമ്മൾ ഇഡലി ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു സാമ്പാർ എന്ന് പറഞ്ഞാൽ കുറേ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടൊന്നുമല്ല കേട്ടോ. അതിൽ മുരിങ്ങാക്കായി ഇല്ല, അതുപോലെ തന്നെ വഴുതിരിങ്ങ അങ്ങനെയൊന്നുമില്ല. ഉള്ള സാമ്പാർ കഷ്ണം വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക കേട്ടോ, പച്ചക്കറി വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ സാമ്പാർ വേറൊരു വെറൈറ്റി സ്റ്റൈലിലാണ് കേട്ടോ വെക്കണത്. നമ്മളെപ്പോഴും സാമ്പാർ വെച്ചിട്ടാണല്ലോ കടുകും ഉലുവയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ ആദ്യം ഞാനിന്ന് താളിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്യണത് ഫസ്റ്റ് ചെയ്യുക കേട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് കടുകും ഉലുവയും അതുപോലെ കുറച്ച് പരിപ്പ്, കുറച്ച് 2 മണി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയ്ക്ക്. അതിന് ശേഷം നമ്മളിതാ വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കും കേട്ടോ. നല്ല ഈസിയാണ്. രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു സാമ്പാറാട്ടോ. നമ്മൾ ആദ്യം നമ്മൾ വെക്കുമ്പോൾ കുറച്ച് പരിപ്പ് ഇങ്ങോട്ട് വേവിക്കണം, പിന്നെ കഷ്ണിട്ട് അത് വേവിക്കണം, പിന്നെ കുറച്ച് പുളി ഒഴിച്ച് തിളപ്പിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ വെച്ചാലും സാമ്പാർ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഉള്ളിയും വറ്റൽമുളക് അതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് പച്ചക്കറി പറഞ്ഞാൽ വെണ്ടയ്ക്ക, കുമ്പളങ്ങ, വഴുതിരിങ്ങ അല്ല, ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട്, അതുപോലെ കിഴങ്ങ്, ഉള്ളി, തക്കാളി ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഒരു സാമ്പാറിന് അത്യാവശ്യം വേണ്ട പച്ചക്കറിയൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞളും മുളക്, മല്ലി, പിന്നെ സാമ്പാർ പൊടി. കായം ഞാൻ കട്ടയാക്കിയിട്ട് എടുക്കൂലേ നമ്മൾ, ഒരു പാക്ക് പൊടിയല്ലാത്തത് കട്ട അതായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനതൊന്ന് കുത്തി ചതച്ച് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ കായത്തിൻ്റെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുക. കായത്തിൻ്റെ നമ്മൾ സാമ്പാർ പൊടിയിൽ ഉണ്ടാവും, എന്നാലും കായം ഒരു ലേശം ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല, നല്ല മണം ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് പുളിയും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളി ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് ഉടയണ പേടിയില്ല കേട്ടോ. പാകത്തെ വേവും ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ഉപ്പും ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഒരൊറ്റ വിസിൽ കേട്ടോ. ഇനി നല്ല പ്രഷർ നിൽക്കുന്ന കുക്കറാണെങ്കിൽ വിസിൽ ആവശ്യമില്ല, ആ സൗണ്ട് വരുമല്ലോ, അപ്പം അങ്ങോട്ട് ഓഫാക്കുക. അപ്പോൾ സാമ്പാർ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ.
അങ്ങനെ ഇതാ എല്ലാതും റെഡിയാക്കി ഇനി അതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. എൻ്റെ ഈ കുക്കർ വിസിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വരില്ല കേട്ടോ, കുറേ ടൈം എടുക്കും. ഞാൻ ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ഓഫാക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് തുറക്കാൻ. അങ്ങനെ നമ്മൾ ഇഡലിയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആവിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ നേരത്തെ കാക്കുന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ തുറന്നതാണ്. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഓവറായിട്ട് വെന്ത് ഉടഞ്ഞങ്ങോട്ട് പോയിട്ടില്ല, പാകത്ത് കറക്റ്റ് വേവായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ പരിപ്പൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാക്കൂന് പറഞ്ഞയച്ചു കേട്ടോ. ഇഡലി സാമ്പാറൊക്കെ പാത്രത്തിലാക്കിയിട്ട് രാവിലത്തെ ചായക്ക് കടി കൊണ്ടുപോകാറാട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞയച്ചതിന് ശേഷം ഞാനും ചായ കുടിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചോറിനും ഈ ഒരു കറി തന്നെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ വെക്കണില്ല. പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം. ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചായ കുടിക്കട്ടെ. രാവിലെ തിരക്കിട്ട ജോലി ചെയ്യുന്ന സമയത്ത് വിശപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും നമുക്കങ്ങനെ കഴിക്കാൻ തോന്നില്ല. കഴിക്കണമെങ്കിലൊന്ന് എല്ലാവരെയും പറഞ്ഞയച്ച് ഇരുന്നൊരു സമാധാനപരമായിട്ട് കഴിക്കണം എനിക്ക് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെ കൊട്ടിപ്പടഞ്ഞ് ഇരുന്ന് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, പെട്ടെന്ന് കഴിച്ചെടുക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലത്തെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പേരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. പിന്നെ ആ മൺചട്ടിയിൽ തലേ ദിവസത്തെ കുറച്ച് മീൻകറി ആയിരുന്നു കേട്ടോ, അതും ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറുണ്ട്, രാവിലെ വെച്ച് നമ്മൾ സാമ്പാറുണ്ടായിരുന്നു. പിന്നെ അത് നല്ല മാങ്ങ ചമ്മന്തി, അതുപോലെ കൊണ്ടാട്ടമുളക് പൊരിച്ചതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കൽക്കൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കൂട്ടാനൊക്കെ കൂടി ചോറ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ബീട്രൂട്ട് പൊതുവെ മധുരമാണ്, വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഇഷ്ടമാണ്, കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ.